ഹായ്, ശരത്താണ്. V2 റീറ്റെയിലിന്റെ Q4 റിസൾട്ടിന്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്ന അപ്ഡേറ്റ് ആണ്. നല്ല റിസൾട്ട് അപ്ഡേറ്റ് ആണ്. 59% അവരുടെ റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ നോക്കിയാൽ എനിക്ക് തോന്നുന്നു 86% അവരുടെ റവന്യൂ ഗ്രോത്ത് ഉള്ളൂ. നമ്മളിതിനെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു കമ്പനികളുടെയൊക്കെ സീസണലായിട്ട്, അതായത് Q3 ആയിരിക്കും ഏറ്റവും നല്ല റിസൾട്ട് വരുന്ന സമയം. അതുകൊണ്ട് തന്നെ നമ്മൾ Q3നും Q4നും തമ്മിൽ കമ്പയർ ചെയ്യണം. നമ്മൾ ഇയർ ഓൺ ഇയർ തന്നെ നോക്കുന്നതാണ് നല്ലത്. 59% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതിൽ തന്നെ അവരുടെ ഇപ്പം SSST നോക്കിയാൽ ഏകദേശം 7.74 ആണ് അവർ SSST കാണിച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ 8 to 10% ഉള്ളിൽ ഉണ്ടാവുന്ന കാര്യമാണ്. അത് ഫുൾ ഇയർ നോക്കിയാൽ FY26 മൊത്തത്തിൽ നോക്കിയാൽ 8% മുകളിലുണ്ട്. 8 കൃത്യം പറഞ്ഞാൽ 8.58% ആണ് അവരുടെ SSST ഉള്ളത് ഈ ഒരു ഫുൾ ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പോൾ അതിൽ നോക്കുമ്പോഴത്തേന് അവരുടെ 8 to 10% SSST പറഞ്ഞതിൽ കുറച്ച് താഴെയാണ് ഈ ഒരു ക്വാർട്ടറിലെ SSST. ഒരു ഇന്റർവ്യൂവിൽ മാനേജ്മെന്റ് അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ വിന്റർ പ്രൊഡക്റ്റുകൾക്ക് ഇവർ നോർമലി കൂടുതലായിട്ട് ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട് ഈ ഒരു Q4ൽ. കാരണം Q3 Q4ന്റെ തുടക്ക സമയത്താണല്ലോ വിന്റർ സീസൺ ഇന്ത്യയിൽ മൊത്തത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പ്രൊഡക്റ്റുകൾക്ക് കൂടുതലായിട്ട് അതിന് ശേഷം ആ സീസൺ കഴിയുന്ന സമയത്ത് ഇവർ ഡിസ്കൗണ്ട് കൊടുക്കാറുണ്ട്. അത്ര ഡിസ്കൗണ്ട് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ക്വാർട്ടറിലെ മാത്രം SSST കുറച്ച് താഴേക്ക് നിൽക്കുന്നത്. പിന്നെ ഒരു കൺസേൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവരുടെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് കുറച്ച് താഴേക്ക് കാണിച്ചിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 800 താഴെയാണ് ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് വന്നിരിക്കുന്നത്. സോ അത് നമുക്ക് കൃത്യമായിട്ട് മാനേജ്മെന്റ് സൈഡിൽ നിന്ന് കമന്റ് കേൾക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നത് 794 ഈ ഒരു ക്വാർട്ടറിലെ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നോർമലി കമ്പനിക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ 1000 മുകളിൽ ഉണ്ടായിരുന്നതാണ്. നോർമലി ഒരു 900-1000 ഇടയ്ക്കാണ് മിക്കവാറും ക്വാർട്ടറിൽ അവർ റിപ്പോർട്ട് ചെയ്യാറ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ക്വാർട്ടറിൽ അവർ അഗ്രസീവായിട്ട് ഷോറൂം ഓപ്പൺ ചെയ്തെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിലും അഗ്രസീവായിട്ട് ഷോറൂം ഓപ്പൺ ചെയ്തതാണ്. പക്ഷെ അവിടെ അവർ നല്ല രീതിയിൽ അവർക്ക് ഈ പറഞ്ഞ സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. ഈ ഒരു ക്വാർട്ടറിൽ എന്തുകൊണ്ട് അത് താഴെ പോയി എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. SSST ഒക്കെ പിന്നെയും കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല, കാരണം അവർ ഗൈഡ് ചെയ്തതിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ഇതിൽ കുറച്ച് കുറവ് വന്നിരിക്കുന്നുള്ളത് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഷോറൂം ഓപ്പണിംഗ് നോക്കിയാൽ ഈ ഒരു ക്വാർട്ടറിൽ അവർ 33 പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 2 ഷോറൂംസ് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അവരുടെ ഷോറൂംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 325 ഷോറൂംസ് ആയിട്ടുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ ഏകദേശം 136 ഷോറൂംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നെറ്റായിട്ട് നോക്കിയാൽ പോലും ക്ലോസ് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത സമയത്ത് 189 ഷോറൂംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 325. അവർ 100 ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നതാണ് ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയ സമയത്ത് പറഞ്ഞത്. പക്ഷേ ഈ ഒരു സമയത്ത് നോക്കിയാൽ അവർ ഏകദേശം 136 ഷോറൂംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് ഇടയ്ക്കാണെങ്കിലും കഴിഞ്ഞ ക്വാർട്ടർ അതിന് മുമ്പത്തെ ക്വാർട്ടറിലൊക്കെ ആണല്ലോ അവർ പറയുന്നത് ഏകദേശം 120-125 ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേനും അവർ ഗൈഡ് ചെയ്തതിന്റെ മുകളിലാണ് അവർ ഷോറൂംസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അഗ്രസീവായിട്ടാണ് മാനേജ്മെന്റ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കമ്പനിയിൽ. കേരളത്തിലേക്ക് മറ്റും മാത്രമേ ഉള്ളൂ ഇനി അവർക്ക് പെനിട്രേഷൻ വരാനായിട്ടുള്ള. ബാക്കിയുള്ള മേജർ ആയിട്ടുള്ള സ്റ്റേറ്റുകളിലെല്ലാം അവർക്ക് പെനിട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെയാണ് അവർക്ക് ഇപ്പോൾ ഓൾറെഡി ഉള്ള ജിയോഗ്രഫിയിൽ പെർഫോമൻസ് വരുന്ന സ്ഥലത്ത് ഏകദേശം 60% ഗ്രോത്ത് അടുത്ത ഫിനാൻഷ്യലിൽ അവിടെ വരുമെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ FY27 ഗൈഡൻസ് മാനേജ്മെന്റ് അത് തന്നെ, അതായത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു FY26-ലും 27-ലും അവർ 50% മുകളിൽ പെർഫോം ചെയ്യുമെന്നുള്ള കാര്യം. സോ അത് തന്നെയാണ് മാനേജ്മെന്റ് ഇപ്പോഴും പറയുന്നത്, 50% മുകളിൽ പെർഫോം ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറെ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ വാറിന്റെ എഫക്ട് കാരണം അവർക്ക് ഏകദേശം 2-3% കോസ്റ്റ് ഇൻക്രീസ് ആകും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് പാസ് ഡൗൺ ചെയ്യുമെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മൊത്തത്തിൽ MRPയിൽ ഒരു 2-3% ഗ്രോത്ത് ഇവർ വരുന്ന Q1 തന്നെ അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്ന കാര്യം മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സോ അതിന് കാര്യമായിട്ടുള്ള രീതിയിൽ ഇവരുടെ ഡിമാൻഡിനെ ഒന്നും അഫക്ട് ചെയ്യില്ല എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ ഏകദേശം 61% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. SSST നേരത്തെ പറഞ്ഞ പോലെ 8.58% ആണുള്ളത്. 61% റവന്യൂ ഗ്രോത്ത്, 50%, 45-50 ഗൈഡ് ചെയ്തിരുന്നത്. പിന്നീട് മാനേജ്മെന്റ് 50% ഗൈഡൻസ് ആണ് പറഞ്ഞിരുന്നത്. 50% ഗൈഡ് ചെയ്തിട്ട് ഏകദേശം 61% അവർ ഗ്രോത്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് കമ്പനി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൊത്തം ഷോറൂംസ് 136 ഞാൻ പറഞ്ഞില്ല. അപ്പോൾ 325 ഷോറൂംസ് ഇപ്പോൾ കമ്പനിക്കുണ്ട്. ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊക്കെ വന്നു. ഇപ്പം നമ്മളിപ്പോൾ മാനേജ്മെന്റിന്റെ കാര്യം പറഞ്ഞത് അവർ ഇന്റർവ്യൂവിൽ കൊടുത്ത ഒരു കമന്ററി വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫുൾ റിസൾട്ട് വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്തായാലും എക്സലന്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ് കമ്പനി പോസ്റ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം.